ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഗുരുവായൂരപ്പന് ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ പോവുകയാണ്. കാഞ്ഞാണി പാടെത്തിയിട്ടുണ്ട്. ഇത് പെരുമ്പുഴ പാടം എന്നാണ് അറിയപ്പെടുന്നത്. റോഡിന് ഇരുവശങ്ങളിലുമായി പാടാണ്. ഇതിലൂടെ കാലത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞാനും ഹസ്ബൻഡും ഇളയ കുട്ടിയും കൂടിയിട്ടാണ് പോയത്. മൂത്താൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ ക്ലാസ്സിന് കയറ്റിയിട്ടാണ് ഞങ്ങൾ പോയത്. ഉത്രാടത്തിന് 2 ദിവസം മുൻപേ തന്നെ നമ്മളത് വാങ്ങി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതും ഒരു പാടത്തിനടുത്താണ്, മനക്കൊടി പാടത്തിനടുത്താണ് ഈ കടയൊക്കെ ഉള്ളത്. വർഷങ്ങളായിട്ട് ആളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കാറ്. ചങ്ങാലിക്കോടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ് നമ്മൾ മേടിക്കാറ്. ചെന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു കാഴ്ചക്കുല നമുക്ക് കിട്ടി. വേഗം തന്നെ അത് വാങ്ങി പർച്ചേസ് ചെയ്ത് അവിടുത്തെ കുട്ടി നമുക്ക് വണ്ടിയിൽ തന്നെ അത് വെച്ച് തന്നു. പിന്നെ കാഴ്ചക്കുല മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1, 2, 3 കാര്യങ്ങൾ പറയാം. എനിക്കറിയാവുന്നത്, അതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് കളയരുത്. അതേപോലെ താഴത്തേക്കുള്ള ആ നീണ്ടിട്ടുള്ള ഭാഗമില്ലേ, അതും നമ്മൾ കട്ട് ചെയ്യാതെ മേടിക്കണം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പടല പുറത്തുനിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഈ ഇനത്തിന് കുറച്ച് പൈസ കൂടുതലാണ്. 1 kgക്ക് 160 രൂപയൊക്കെ വരും. ഓണ സീസൺ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടും. അങ്ങനെ വാങ്ങി വന്ന് നമ്മൾ വീട്ടിലത് കൊളുത്തിയിട്ടു. ഇനി ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മളിത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാനായിട്ട് പോവുക. ഉത്രാട ദിനത്തിൽ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് റെഡിയായി. ചേട്ടൻ ഉത്രാട കാഴ്ചക്കുല വണ്ടിയിലേക്ക് കയറ്റുകയാണ്. വളരെ ശ്രദ്ധാപൂർവം തന്നെ അത് വെക്കണം, കാരണം ഒന്നും കൊഴിഞ്ഞു പോവാതെ അവിടേക്ക് നമുക്കത് എത്തിക്കണം. ഭഗവാന്റെ മുന്നിൽ അത് സമർപ്പിക്കണം. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ വണ്ടിയിലേക്ക് അത് കയറ്റി. ഇതാണ് ഭഗവാന് എടുത്തിട്ടുള്ള ഓണക്കോടി. ഇപ്രാവശ്യം ഭഗവാന് നമ്മളെടുത്തത് കുത്താമ്പുള്ളി AR ഹാൻഡ്ലൂമിൽ നിന്നാണ് ഇപ്രാവശ്യം എടുത്ത സമയത്ത് നമുക്കറിയില്ലായിരുന്നു, അതിൽ കസവ് മുണ്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ വേഷ്ടിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കാറിലേക്ക് ഭഗവാന് കൊടുക്കാനുള്ള ഓണക്കോടിയും എടുത്തു വെച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. മക്കളൊക്കെ വണ്ടിയിലേക്ക് കയറി. ഇനി ഗുരുവായൂർക്ക് ഉള്ള യാത്ര. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക്. അപ്പോൾ അവിടെ ഞങ്ങളെത്തി. അപ്പോൾ ഏകദേശം ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി. മക്കൾക്ക് സ്നാക്സും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇനി നമുക്ക് വരിയിൽ നിന്നിട്ട് എപ്പോഴാണ് ഇത് സമർപ്പിക്കാൻ പറ്റുകയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്നത് അമ്പലത്തിൻ്റെ നടയിലോട്ട് നടക്കുകയാണ്. ചേട്ടൻ എന്നെ കാഴ്ചക്കുലൊക്കെ ഏൽപ്പിച്ച് ആൾ എവിടെ നിന്ന് ആണ് വരി തുടങ്ങുന്നതെന്ന് നോക്കാനായിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് വടക്കേ വാതിലിലൂടെയായിരുന്നു കടത്തി വിട്ടിരുന്നത്. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി കൊടിമരത്തിന് താഴെയായിട്ടുള്ള ഭണ്ഡാരത്തിൻ്റെ മേലെ നമ്മൾ സമർപ്പിച്ചു. ഓണക്കോടിയും സമർപ്പിച്ചു. ഒരുപാട് സന്തോഷം. വർഷങ്ങളായിട്ട് നമുക്കത് പറ്റാറുണ്ട്. അപ്പോൾ അതിന് ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരിയിൽ നിന്ന് ശ്രീകോവിൽ കയറി ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷം പാൽപ്പായസം വാങ്ങിക്കാനായിട്ട് ചീട്ടെടുത്ത് അവിടെ നിന്ന് പാൽപ്പായസം വാങ്ങി. അത്ര തിരക്കൊന്നും അന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും തിരക്കുകളാണ് ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. പാൽപ്പായസമൊക്കെ നമുക്ക് കിട്ടി. പാൽപ്പായസത്തിൻ്റെ ആളെ എൻ്റെ ചെറിയ മകനാട്ടോ. ചെറിയ മകന് വളരെ ഭയങ്കര ഇഷ്ടമാണ്. അതെപ്പോൾ പോയാലും ആൾക്കത് വാങ്ങിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാവും. അത് മതി അവന്. ഇവിടെ നിങ്ങൾ കാണുന്നത് അച്ഛനും മോനും കൂടിയിട്ടുള്ള ഒരു പായസം കുടിക്കലാണ്. ഇവർ 2 പേരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അച്ഛൻ കുടിക്കുന്നു, മോൻ കുടിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
അങ്ങനെ അന്നത്തെ ദിവസം ഭഗവാന് ഞങ്ങൾക്ക് ധന്യമാക്കി തന്നിട്ടുണ്ട്. ഇനി എനിക്ക് അന്നുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാൻ ഇന്ന് ഞാൻ ഓണക്കോടിയൊക്കെ സമർപ്പിച്ചതല്ലേ, ഭഗവാനെ ഓണക്കോടിയിൽ ഒന്ന് എനിക്കൊന്ന് കാണണം, ഈ ആഗ്രഹം തെറ്റാണോ ശരിയാണോ ഭഗവാനെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീലകത്തേക്ക് ഞാൻ കാല് വെച്ച് കയറുന്നത്. പക്ഷെ ഭഗവാൻ അന്ന് ഉണ്ണിക്കണ്ണനായിട്ട് കയ്യിൽ ഓണപ്പുടവ പിടിച്ചിട്ടുള്ള രൂപമായിരുന്നു. ഭഗവാനെ ഞാൻ എങ്ങനെയാണോ കാണണമെന്ന് ആഗ്രഹിച്ചത് അതേ രൂപത്തിലാണ് കേട്ടോ ഭഗവാൻ എനിക്ക് ദർശനം തന്നത്. ഒരു ഭക്ത ഒരു കാലടി മുൻപോട്ട് വെച്ചാൽ ഭഗവാൻ ഒരു 10 അടി മുൻപോട്ട് വയ്ക്കും, നമ്മളെ സന്തോഷിപ്പിക്കാനും സഹായിക്കാനും. അപ്പം എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും കുടുംബവും അവിടെ നിന്നിറങ്ങി. നമുക്ക് വീണ്ടും കാണാം.